മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഹെൽത്തി ആയ ഒരു മുരിങ്ങക്കായ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തിയാണ്, ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളൊരു സംഭവമാണ്, വെജിറ്റബിളാണ് ഈ മുരിങ്ങക്കായ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ബോക്സിലാക്കിയിട്ടുള്ളത്. 3 എണ്ണം ഉണ്ട്. അത് കുക്കറിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അധിക സമയമൊന്നും വേണ്ട മുരിങ്ങക്കായ വേവാൻ. ഈ സമയത്ത് ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുന്നത് ഇത് കാണുന്നില്ല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിക്കുക. ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി. എന്നിട്ട് ആ വേവിക്കാൻ ഉപയോഗിച്ച ആ വെള്ളം തന്നെ കൂട്ടിയിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഇപ്പോൾ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി അത് അരിച്ചെടുക്കണം. അരിച്ചിട്ട് അതിൻ്റെ ആ പൾപ്പ് മാത്രം എടുക്കും. ആ കോലൊക്കെ നമ്മൾ ഒഴിവാക്കും. സൂപ്പാകുമ്പോൾ അതെല്ലാം ഒഴിവാക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞ് അരിപ്പയിലൂടെ അതൊക്കെ അരിച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ അരച്ച് പൾപ്പാക്കി അതിൻ്റെ ആ ജ്യൂസ് മാത്രമാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 or 4 ഒക്കെ ഇടാം. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. അതുപോലെ ചെറിയൊരു സവാളയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ വേറെ ബീൻസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ 2 ടീസ്പൂൺ ക്യാബേജ് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഞാൻ വളരെ കുറച്ചേ എല്ലാം ഇട്ടിട്ടുള്ളൂ. ക്യാരറ്റൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ്. ഞാനുള്ളത് വെച്ച് ആണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒന്നും കൂടെ വഴന്ന് വരുമ്പോൾ, ഒരുപാട് വഴന്നതാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്നും കൂടെ വഴറ്റിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവണം, വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവണം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളകും കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. ഞാൻ പക്ഷേ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പോഴാണ് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുരിങ്ങക്കായുടെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ നല്ല ലൂസായിട്ടാണ് കിടക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ, ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒഴിച്ചാൽ മതി. 1 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ ഒന്നുകൂടി തിക്കാവും. പക്ഷേ ഞാൻ മുരിങ്ങക്കായുടെ സൂപ്പ് കുറച്ച് അധികം ഉള്ളത് കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മുരിങ്ങക്കായുടെ പൾപ്പ് കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലവർ കലക്കി ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. ഒരുപാട് തിക്കാവുന്നത് സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് തിക്കാക്കിയിട്ടില്ല. ഇപ്പോൾ സൂപ്പ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ, ഇതാ തിളച്ച് കഴിഞ്ഞു. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വേവാനൊന്നുമില്ല അതിൽ. ഇപ്പോൾ സൂപ്പ് റെഡിയായി. നല്ല ഹെൽത്തിയാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളൊരു വെജിറ്റബിളാണ് മുരിങ്ങക്കായ. 1 or 2 മുരിങ്ങക്കായ ഉണ്ടെങ്കിലും സൂപ്പ് ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും പോഷകസമൃദ്ധമായൊരു സൂപ്പാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വളരെ ഹെൽത്തിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.